ലേശം ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ബീഫെല്ലാം പൊയിങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ അടുപ്പത്ത് കായുന്നുണ്ട്. കൊപ്ര ഇടുവാനെ, കൊപ്ര കറിവേപ്പിലിട് ആദ്യം. അയ്യോ ഇനി കൊപ്ര വെച്ച്. ബീഫ് ഫ്രൈക്ക് കൊപ്രപ്പൂള് നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇതിൽ ഉള്ളി വാട്ടുന്നൊന്നുമില്ല, ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമ്മളെ ബീഫ് തട്ട് വെള്ളം എടുക്കാൻ തട്ടേ ഇത്രേ വെള്ളമുള്ളൂ. ഈ വെള്ളം വെച്ച് കെട്ടണം എന്നാലേ ബീഫ് ഫ്രൈ ആവുക. ഇതിൽ നമ്മൾ തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മീറ്റ് നമ്മൾ കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അതിന് കുരുമുളക്, നമ്മളിത് കുരുമുളക് ഉണ്ടാക്കുന്നത്. പെപ്പർ കുരുമുളക് എടുക്കണം. കുറച്ച് ജീരകം, പെരുംജീരകം, ഗരം മസാല എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് പൊരിച്ചുള്ളി, തക്കാളി എന്നിട്ടൊന്ന് പാളിച്ച് കത്തിച്ച് വറ്റിച്ച് അങ്ങ് എടുക്കുക. ബീഫ് ഫ്രൈ റെഡി. കുരുമുളക് അതിന് പൊരിച്ചുള്ളി ചേർക്കും മതി. പൊരിച്ചുള്ളി ഒന്ന് വറ്റിച്ചെടുക്കണേ സഹോദരങ്ങളെ. കയറ്റിക്കോ, ചോറ്റിന് വെച്ചിട്ട് ബാക്കി ഫുൾ കയറ്റി. തക്കാളി അതിലാണ് അതിങ്ങെടുത്തോ. ഈ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേവി ഇല്ലാണ്ട്, ബീഫ് ഫ്രൈ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഗ്രേവി വാങ്ങിക്കുമല്ലോ, ഗ്രേവി ഇല്ലാണ്ട് പൊറോട്ട, ചപ്പാത്തി ഇതൊക്കെ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. ഒന്ന് പറ്റി അതിൻ്റെ ഉപ്പും മോനെ ജീരകം പെരുംജീരകം എല്ലാം ഇട്ടാ എല്ലാം ഇടും. കുറച്ച് മല്ലിയും പുതിനയും കൂടി ഇട്ടാൽ സെറ്റായേ. ഒന്ന് പറ്റിയാൽ ഓക്കെ. എന്നാലേ കണ്ടിട്ടില്ല എല്ലാവരും ഇങ്ങനെ ചെയ്തോ. ഓക്കെ അതിൻ്റെ ഉപ്പേര് നോക്കാം. അങ്ങനെ അത് പറ്റുമല്ലോ, പൊറോട്ട കൂട്ടാനല്ലേ. ഇടയ്ക്കൊരു ഫ്രൈ റെഡി ആകുന്നുണ്ട് നമ്മൾ.